ക്വസ്റ്റ്യൻ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ഓപ്ഷൻസ്: വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ബി. ആൻസർ ഓപ്ഷൻ എ, വിറ്റാമിൻ സി. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക്. വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക്. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നു. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നു. വിറ്റാമിൻ ബി, സി എന്നിവ ജലത്തിൽ ലയിക്കുന്നു. വിറ്റാമിൻ കെ, ബയോട്ടിൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. അപ്പോൾ വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക്. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നു. വിറ്റാമിൻ ബി, സി എന്നിവ ജലത്തിൽ ലയിക്കുന്നു. വിറ്റാമിൻ കെ, ബയോട്ടിൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി. മുറിവുണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സി. ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലടങ്ങിയ വിറ്റാമിൻ സി. അപ്പോൾ പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി. മുറിവ് ഉണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സി. ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം സി. ഫ്രഷ് വുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി1. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ കെ. അപ്പോൾ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി1. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ കെ. ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ് ജീവകം ബി9. അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ എ. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എ. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഇ. അപ്പോൾ ജീവിതത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ്, ജീവകം ബി9. അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ എ. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എ. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഇ. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഇ. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ. അപ്പോൾ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഇ. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഡി. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഡി. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി. അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഡി. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഡി. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ: സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. ഓപ്ഷൻസ്: അരുണ അസഫ് അലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ, ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ, GB പന്ത് ഹോസ്പിറ്റൽ. ആൻസർ ഓപ്ഷൻ ബി, അപ്പോളോ ഹോസ്പിറ്റൽ. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം സെഹദ്.
സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് 2015 ആഗസ്റ്റ് 25. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ്. അപ്പോൾ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം സെഹദ്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് 2015 ആഗസ്റ്റ് 25. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ DDT, ഓസോൺ നാശനം, ആഗോളതാപനം, ഹരിതഗൃഹപ്രഭാവം. ആൻസർ ഓപ്ഷൻ എ DDT. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളേവ? ഓപ്ഷൻസ് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ. ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആറ്റത്തിലെ പ്രധാനപ്പെട്ട 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വീതം വരുന്നത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നു. അപ്പോൾ ആറ്റത്തിലെ പ്രധാനപ്പെട്ട 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വീതം വരുന്നത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചവരിൽ പ്രമുഖൻ ലീനസ് പോളിംഗ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങൾ സീസിയം, ഫ്രാൻസിയം. ആറ്റങ്ങളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് JJ തോംസൺ. ആറ്റത്തിൻ്റെ ന്യൂട്രൽ സ്വഭാവം വിശദീകരിച്ചത് JJ തോംസൺ. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചവരിൽ പ്രമുഖൻ ലീനസ് പോളിംഗ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങൾ സീസിയം, ഫ്രാൻസിയം. ആറ്റങ്ങളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് JJ തോംസൺ. ആറ്റത്തിൻ്റെ ന്യൂട്രൽ സ്വഭാവം വിശദീകരിച്ചത് JJ തോംസൺ. കണ്ടുപിടിച്ചവർ: പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ JJ തോംസൺ. ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക JJ തോംസൺ. അപ്പോൾ പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂദർഫോർഡ്, ആറ്റം ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക JJ തോംസൺ.